ഹായ് ഹലോ, ഇന്നത്തെ താരം പോട്ടിയാണ് കേട്ടോ. അപ്പം കുഞ്ഞിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പോട്ടി ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാവേ. നുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ പോട്ടി ഒരു 5-6 വട്ടമെങ്കിലും ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. ഒരുപാട് കഴുകിയ ഗുണങ്ങളൊക്കെ പോകുമെന്നും പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെ കഴുകും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ കുക്കറിൽ വേവിക്കണ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വേവണമെങ്കിൽ കുക്കറിൽ തന്നെ ഇടണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് കഴിക്കാനും എളുപ്പമുണ്ടായിരിക്കുമേ. ഈ ചട്ടിയിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്തില്ലാത്ത പോലെ വിഴുങ്ങി വിടുന്ന പോലത്തെ ഒരവസ്ഥയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇച്ചിരി എണ്ണ ചൂടാക്കി ഉലുവ പൊട്ടിച്ചതിന് ശേഷം സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും തക്കാളി എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈ തേങ്ങാക്കൊത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും എല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോട്ടി റെഡിയാണ് കേട്ടോ. ഇതിന് കോമ്പിനേഷൻ നമ്മുടെ കപ്പയാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഉണക്ക കപ്പ